കുട്ടികൾക്കും എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഇഷ്ടമാണെന്നാണ് ചിക്കൻ പോപ്കോൺ. നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ ഓർഡർ ചെയ്യാറുള്ളതാണ് ചിക്കൻ പോപ്കോൺ. അപ്പോൾ ഇന്ന് എൻ്റെ വേർഷനിൽ ചിക്കൻ പോപ്കോൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഞാൻ മഹിമാസിമോൻ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ചിക്കനെ നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ചിക്കൻ ബ്രസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു 250 ഗ്രാം, 2 ചിക്കൻ ബ്രസ്റ്റേ ഉള്ളൂ, 250 ഗ്രാം ഉണ്ടാവും. ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് നുറുക്കിയെടുക്കുക. നമ്മൾ കട്ട് ചെയ്ത ചിക്കൻ എല്ലാം ഒരു ബൗളിലേക്ക് ഇടാം. അപ്പോൾ ചിക്കൻ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്യാനായിട്ടുണ്ട്. ആദ്യം ഉപ്പിടാം. ഒരു 1/2 ടീസ്പൂൺ നിറച്ചെടുത്തേക്കുന്നത് ഹീപ്പ് ചെയ്തെടുത്തു. കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, അണിയൻ പൗഡർ 1/4 ടീസ്പൂൺ. ഇപ്പം അണിയൻ പൗഡർ ഇല്ല എങ്കിൽ സവാള, നമ്മളിപ്പം ഇറച്ചി മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ സവാളയുടെ ഒരു പേസ്റ്റ്, ഒരു പകുതി സവാളയുടെ പേസ്റ്റ് ആക്കി ക്രഷ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ചേർത്താൽ മതി. പാപ്രിക്ക പൗഡർ 1/2 ടീസ്പൂൺ. പാപ്രിക്കയ്ക്ക് പകരം കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കാം. വെളുത്തുള്ളി ഗാർലിക് പൗഡർ ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം. ലൈറ്റ് സോയ സോസ് 1/2 ടീസ്പൂൺ. മസ്റ്റർഡ് സോസ് ചേർക്കാം, അല്ലെങ്കിൽ കടുക് ചതച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഇത് ടെൻഡറൈസറാണ്. ഇതില്ലെങ്കിൽ ജസ്റ്റ് ഒമിറ്റ് ചെയ്യുക. നമ്മൾ ഇതിനകത്തേക്ക് തൈര് ഒഴിക്കുന്നുണ്ട്, അപ്പോൾ അതും ഒരു ടെൻഡറൈസറാണ്. ഇതൊരു ഫ്ലേവറൂടെ കിട്ടും, മസ്റ്റർഡിൻ്റെ ഒരു ഫ്ലേവറൂടെ കിട്ടും. ഒരു 1/4 ടീസ്പൂൺ തന്നെ മസ്റ്റർഡ് സോസും ചേർത്തു. വിനീഗർ 1/2 ടീസ്പൂൺ. നമുക്കിതിനകത്തേക്ക് ചേർക്കാനുള്ള തൈരാണ്. 1.5 ടേബിൾ സ്പൂൺ തൈര്, 3 ടേബിൾ സ്പൂൺ പാല്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ പാലും തൈരും ഒക്കെ ചേർത്ത് വെക്കുമ്പോഴത്തേക്ക് ചിക്കന് നല്ലൊരു ടെക്സ്ചർ കിട്ടും. ഇതിനി കവർ ചെയ്ത് മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്കാണ് വെക്കാനുള്ളത്. എപ്പോഴും ഇറച്ചി, പ്രത്യേകിച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കുക. ഇറച്ചി മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കാണ്. ഈ സമയം കൊണ്ട് നമ്മൾ ഇറച്ചിയിൽ കൂട്ടി ചെയ്യാനായിട്ടുള്ള ഒരു മിക്സ്ചർ റെഡിയാക്കി എടുക്കാം. നമുക്ക് വേണ്ടത് 1/4 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലവർ, ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്, പാപ്രിക്ക പൗഡർ ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഗാർലിക് പൗഡർ 1/2 ടീസ്പൂൺ. നമ്മൾ 1/2 മണിക്കൂർ ആണ് റെസ്റ്റ് ചെയ്തത്. കൂടുതൽ സമയം കിട്ടിയാൽ അത് ഇച്ചിരി നല്ലതാണ്. അപ്പോൾ ഓരോ പീസും ഇതേപോലെ ഡിപ്പ് ചെയ്യുക. പൊടിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ ഓരോന്നും ഷേപ്പ് ചെയ്ത്
പ്ലേറ്റിലേക്ക് വെക്കാം. ഇതേപോലെ എല്ലാ ചിക്കൻ പീസസും ഇതേപോലെ ഒരു കോട്ടിങ് കൊടുക്കുക. അപ്പോൾ ചിക്കൻ എല്ലാം ഒരു പ്രാവശ്യം നമ്മൾ ഇതേപോലെ കോട്ട് ചെയ്തെടുത്തു. ബാക്കി മാവ് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തണുത്ത വെള്ളത്തിൽ ഇത് ഡിപ്പ് ചെയ്യണം. നല്ല തണുത്ത വെള്ളത്തിൽ തണുത്ത വെള്ളത്തിൽ നിന്ന് എടുത്ത് ഓരോന്നും മാവിലേക്ക് വീണ്ടും ഇടുക. രണ്ടാമത്തെ കോട്ടിങ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പം സെക്കൻഡ് കോട്ടിങ് ഇതേപോലെ കൊടുക്കുക. ഇതേ രീതിയിൽ ബാക്കിയുള്ള പീസസും ആദ്യം വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുക, തണുത്ത വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുക, അതിനുശേഷം പൊടിയിൽ കോട്ട് ചെയ്തെടുക്കുക. നമ്മൾ സെക്കൻഡ് കോട്ടിങ്ങും കൊടുത്ത് വെച്ചേക്കുന്നതാണ്. ഈ രീതിയിൽ തന്നെ എടുത്ത് വേണമെങ്കിൽ ഫ്രീസ് ചെയ്യാം. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് എടുത്ത് ഫ്രൈ ചെയ്തായിട്ട് എടുക്കാം. അപ്പോൾ അതിന് സിപ്പ് ലോക്കിലാക്കിയോ അല്ലെങ്കിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിലോ ആക്കി ഫ്രീസ് ചെയ്യാം. നമ്മളിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഗോൾഡൻ ബ്രൗൺ കളറായി എടുക്കാം. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. ബാക്കിയുള്ളത് മൊത്തം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ്. ഇടയ്ക്കൊന്ന് തീ കൂട്ടി വെക്കും. ചൂട് കുറയുമ്പോൾ കൂട്ടി വെക്കും. ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എണ്ണ കുടിക്കും. അപ്പം അതുകൊണ്ട് മീഡിയം ഹൈ ഫ്ലെയിമിൽ വേണം ഇടാൻ. ചിക്കൻ പോപ്കോൺ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തു. ഇതിൻ്റെ ടെക്സ്ചർ നോക്കിയാൽ പുറം നല്ല ക്രിസ്പും അകം നല്ല സോഫ്റ്റ് ടെക്സ്ചറുള്ള ചിക്കനുമാണ്. ചൂടാണ്, കട്ട് ചെയ്യാൻ ഇച്ചിരി പാട്. സോഫ്റ്റ് ടെക്സ്ചറിലുള്ള ചിക്കൻ ഈ ഒരു രീതിയിൽ വേണം എടുക്കുക. ഒത്തിരി നേരം ഇട്ട് ഫ്രൈ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് ഉപയോഗിച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഡ്രൈ ആയിപ്പോകും. അപ്പോൾ നല്ല പരുവത്തിന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് മയണൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ ബെസ്റ്റാണ്. അപ്പം നിങ്ങളുടെ കുട്ടികളുടെയൊക്കെ ബർത്ത്ഡേ പാർട്ടീസൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തൊരു ഡിന്നർ നടത്തുമ്പോഴൊക്കെ നേരത്തെ ഉണ്ടാക്കി ഇത് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം. ഫ്രീസറിൽ 1-2 ആഴ്ചയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ട്രൈ ഔട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈമാസ് കുക്കിംഗ് ക്ലാസ്.